രോഹിതേട്ടൻ, കോൺഗ്രസിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? മുഖ്യമന്ത്രി ആയിട്ടില്ല, മന്ത്രിമാരായിട്ടില്ല, ഇത്രയും 102 സീറ്റൊക്കെ നേടി അധികാരത്തിലെത്താൻ എത്തുന്നു. എന്നിട്ടൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, സർവത്ര പ്രശ്നം. ഇതൊന്നും പോരാത്തതിന് ഇപ്പോ KPCC പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്തിനാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഒരു കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ തമ്മിത്തല്ലുന്നത്? കോൺഗ്രസ്സുകാർ എവിടെയും കസേരയ്ക്ക് വേണ്ടി തമ്മിത്തല്ലുന്നില്ല. ഓരോ നേതാക്കന്മാരും അവരുടെ ക്ലെയിം ഉന്നയിക്കുന്നു. പാർട്ടി കൃത്യമായ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ആ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഈ കോൺഗ്രസിനുള്ള പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കും. ഇന്നലെ കണ്ടല്ലോ ഫ്ലെക്സ് വെക്കുന്ന ആരാണെന്ന്? CPM-ന്റെ നേതാവാണ് കോൺഗ്രസിന്റെ KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സ് വെക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടനാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോര കുടിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ചെന്നായ്ക്കൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് കൃത്യമായി അറിയാം. ആ ചെന്നായ്ക്കളിൽ ഒരു വേർഷൻ മാധ്യമങ്ങളും ഒരു വേർഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാരുമാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി എന്തായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. MLA-മാരെ കേട്ടു, നേതാക്കന്മാരെ കേട്ടു, ഒരു രഹസ്യ ഏജൻസിയെ വെച്ച് ജനവികാരവും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി അവലോകനം ചെയ്തുകൊണ്ട് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഇനി നിങ്ങളുടെയൊക്കെ പ്രശ്നം ഇന്ന് രാവിലെ മുതലുള്ള പ്രശ്നം എന്താണ്? കൊടിക്കുന്നിൽ സുരേഷ് ഖാർഗെയെ കണ്ടു. ഖാർഗെയോട് KPCC പ്രസിഡന്റ് ആവണമെന്ന് ആവശ്യപ്പെട്ടു. എന്തേ? കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ്സുകാരനല്ലേ? കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവല്ലേ? കൊടിക്കുന്നിൽ സുരേഷ് 35 വർഷക്കാലമായി ജനപ്രതിനിധിയായിരിക്കുന്ന ആളല്ലേ? ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള MP അല്ലേ? അദ്ദേഹത്തിന് AICC അധ്യക്ഷനെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പങ്കുവെക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. അതിനെങ്ങനെയാണ് തമ്മിലടി എന്ന് പറയാ? അതിനെ ആരെങ്കിലും എതിർത്തോ? അതിന് സണ്ണി ജോസഫ് എന്തെങ്കിലും പറഞ്ഞു? VD സതീശൻ വല്ലതും പറഞ്ഞു? KC വേണുഗോപാൽ വല്ലതും പറഞ്ഞു? അതല്ല, ഇനി ഇങ്ങ് പോട്ടെ, ഇന്നലെ ജയിച്ചു വന്ന KM അഭിജിത്ത് വല്ലതും പറഞ്ഞു? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ AICC അധ്യക്ഷനെ കാണുന്നു, അദ്ദേഹത്തിന് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പുറത്ത് മാധ്യമങ്ങൾ പറയുകയാണ്. നോക്കൂ, സണ്ണി ജോസഫ് എന്തായാലും രാജിവെക്കും. കാരണം വരാൻ പോകുന്ന മന്ത്രിസഭയിൽ സണ്ണി ജോസഫ് സുപ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തായാലും ഒരു MLA ആയിരുന്ന സണ്ണി ജോസഫിന് KPCC അധ്യക്ഷനായിരിക്കാമെങ്കിൽ അദ്ദേഹം മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ട് പാർട്ടി സംവിധാനങ്ങളിൽ ഇടപെടാനുള്ള സാഹചര്യക്കുറവ് കൊണ്ട് പുതിയ KPCC അധ്യക്ഷനെ അവിടെ സ്ഥാപിക്കും. അവിടെ സ്ഥാപിക്കുമ്പോൾ എന്തായാലും പുതിയതായിട്ടൊരു KPCC അധ്യക്ഷനെ വെക്കണം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുന്ന ഖാർഗെ, അദ്ദേഹത്തിന് ആ ഞെർക്ക് വീണത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്നതിനപ്പുറത്തേക്ക് ദളിത് പ്രാതിനിധ്യം ഒരു ദളിത് പ്രസിഡന്റ് രാജ്യവ്യാപകമായി കോൺഗ്രസിനെ നയിക്കാൻ, ദളിത് സമൂഹത്തെയും കൂടി ചേർത്ത് നിർത്താൻ, ആ വിഭാഗത്തിൽ നിന്നൊരു പ്രസിഡന്റ് ഉണ്ടാകണമെന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ്. അതേ ചിന്ത ഈ പറയപ്പെടുന്ന കേരളത്തിലും അപ്ലൈ ചെയ്യാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ തീരുമാനം കേരളത്തിലെടുത്താൽ ഇനി ഒരു ദളിത് പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് ദളിത് എന്ന് പറയുന്ന മെറിറ്റിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ദളിത് ടിക്കറ്റിൽ മാത്രം വരേണ്ടുന്ന ഒരാളൊന്നും അല്ല. നമുക്ക് 1988, അതായത് ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ കൊടിക്കുന്നിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അടൂരിൽ വന്നതെന്ന് മത്സരിച്ചൊരു പഴയ KSU-കാരൻ. അദ്ദേഹം 35 വർഷക്കാലത്തിനിടയിൽ 2 തവണ മാത്രമാണ് പരാജയം തുടങ്ങി. ആ 2 വർഷം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായിരുന്നു. ഒരു വട്ടം പരാജയപ്പെട്ട് 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് വരികയും അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ തവണ ഈ അവസാനമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ്സുകാർ പോലും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു ആ മനുഷ്യൻ പരാജയപ്പെടുന്നു. എങ്കിലും 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാവേലിക്കരയുടെ ജനപ്രിയ നായകൻ താൻ തന്നെയാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ ജയിച്ചു വന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമല്ല അന്നൊന്നും ഈ മാവേലിക്കരയിലെ MLA-മാരുടെ എണ്ണം. 9 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ ഈ 9 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ പ്രതിനിധികളായിരുന്നു ഭരിക്കുന്നത്. എല്ലായിടത്തും പരന്നു കിടക്കുന്ന ചുവപ്പുണ്ടായിരുന്നു. അതിൽ 3ഓ 4ഓ മന്ത്രിമാർ, സജി ചെറിയാനും KB ഗണേഷ് കുമാറും KN ബാലഗോപാലും അടക്കമുള്ള മന്ത്രിമാർ ഈ പറയപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധികളായിരുന്നു. ഈ മന്ത്രിമാരും ഈ പാർട്ടി സംവിധാനങ്ങളും പിണറായി വിജയനും എല്ലാവരും കൂടി നേരിട്ട്, BJP-യും എല്ലാവരും കൂടി നേരിട്ട് പൊരുതിയിട്ടും കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു എന്ന നേതാവിന്റെ പേര് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറെ പേർക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണുമ്പോൾ അദ്ദേഹത്തെ അങ്ങ് ട്രോളാൻ വലിയ ഇഷ്ടമാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യമെന്ന് എനിക്ക് അറിയുന്നില്ല. അദ്ദേഹം പലപ്പോഴും ചോദിക്കുന്നു, ഞാനൊരു ദളിതനായി പോയതാണോ ഈ പ്രശ്നം എന്ന് പലപ്പോഴും ചോദിക്കും. അദ്ദേഹത്തെ കൊണ്ട് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. നോക്കൂ, അദ്ദേഹത്തെ എല്ലാവരും ട്രോളുക. ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന MP. എന്താ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണ്ടേ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മേഘ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു. മേഘയ്ക്ക് ഒരു ഷൂട്ടിന്റെ ആവശ്യമായി തിരുവല്ലയിൽ ഇറങ്ങണം. ഒന്നുകിൽ നിങ്ങൾ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കോട്ടയത്തോ ഇറങ്ങി ബസ് യാത്ര ചെയ്യുന്നതിനേക്കാൾ ആ ട്രെയിന് തിരുവല്ലയിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പുള്ളത് താങ്കളെ സഹായിക്കുന്നൊന്നല്ലേ? 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലേ ഈ പറയപ്പെടുന്ന ഒരു ട്രെയിൻ ഒരിടത്ത് സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ നിർത്തിയിടുന്നുള്ളൂ? ശരിയാണോ അല്ലയോ? അതെ. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ലല്ലോ കേരളത്തിന്റെ ഒരു ജനസാന്ദ്രത.
കാസർഗോഡേക്ക് കയറി കഴിഞ്ഞാൽ മുക്കിന് വീടുകളും ടൗണുകളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് ഈ പറയപ്പെടുന്ന കേരളം. അപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിപ്പിക്കാൻ ഒരു എം പിയെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ, അതും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സാധിക്കുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ പിടിപാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം, കൊടുക്കുന്നൂർ സുരേഷ് എന്ന് പറയുന്ന മനുഷ്യൻ 35 വർഷക്കാലമായി ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന മനുഷ്യനാണ്. അവിടെ അദ്ദേഹത്തിനുള്ളിടത്തോളം ഒരു ഓഫീസുമായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി അദ്ദേഹത്തിനില്ല. അദ്ദേഹം KPCC അധ്യക്ഷനായി വന്നു. അദ്ദേഹം കൊല്ലം DCCയുടെ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സംഘടനയെ കൃത്യമായി ചലിപ്പിക്കാൻ കൊടുക്കുന്നൂർ സുരേഷിന് സാധിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു KPCC അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാനം അങ്ങോട്ട് പോയി ക്ലെയിം ചെയ്യുമ്പോഴാണ് അത് ഒരു പ്രശ്നമായി. ആരായാലും അങ്ങോട്ട് പോയി ക്ലെയിം ചെയ്യാതെ കിട്ടിയിട്ടുള്ളത് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ 5 വർഷം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ ആരാ? ACC ജനറൽ സെക്രട്ടറി. സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതായത് 28 സംസ്ഥാനങ്ങളുടെ തീരുമാനം എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾ. മാഡം സോണിയയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖാർഗെയും കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട അടുത്ത ആൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുള്ള ഹൈക്കമാൻഡിൽ ഒരു അംഗം, ആ മനുഷ്യനൊന്ന് മുഖ്യമന്ത്രി ആകേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് കയ്യും കെട്ടി ഉമാര് പറയുന്നതും കേട്ട്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. VD സതീശൻ 5 വർഷക്കാലങ്ങൾ പാർട്ടി പറഞ്ഞത് കേട്ട് പാർട്ടിയെ മുന്നോട്ട് നയിച്ചു, പ്രതിപക്ഷത്തെ ശക്തരായി നിന്നു. ജനം മുഴുവൻ VD സതീശന് വേണ്ടി ഇവിടെ ജയ്ഹോ മുഴക്കുമ്പോഴും അവിടെ പോയി കയ്യും കേട്ടി ഇവർ പറയുന്നത് കേട്ട് നിൽക്കേണ്ടി വരുന്നില്ലേ, നിൽക്കുന്ന വേണ്ടി വരുന്നില്ലേ? രമേശ് ചെന്നിത്തല സീനിയർ മോസ്റ്റ് നേതാവാണ്, അദ്ദേഹത്തിന് അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കൊടുക്കാനിതെന്താ? പണ്ട് ബാലാരിക്കുളത്ത് VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടപ്പോൾ വീട്ടിലിരുന്ന നയനാരെ വിളിച്ചുകൊണ്ട് വന്ന് മുഖ്യമന്ത്രി ആക്കിയതുപോലെ അല്ല ഇത്. അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ കാണിച്ച് വോട്ട് പിടിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം കട്ടം മാറ്റിയിട്ട് പിണറായിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ അല്ല ഇത്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ സ്വാഭാവികമായും അവരവർക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു മേടിക്കുന്നതിൽ എന്താണ് തെറ്റ്? നോക്കൂ, KPCC ഓഫീസിൽ KPCC അധ്യക്ഷന്മാരുടെ ചിത്രങ്ങൾ വെക്കും. അതിനൊപ്പം ഒരു ദളിത് സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവായ ഒരു മനുഷ്യന്റെ പടം കൂടി വേണമെന്ന് ആ സമൂഹമോ അല്ലെങ്കിൽ അദ്ദേഹമോ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? എല്ലാവരും അങ്ങ് ദളിതരെ ഉദ്ധരിക്കാൻ നടക്കുന്നവരാണല്ലോ ഇവിടെ, ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും ഒക്കെ അല്ലേ? പക്ഷേ കൊടുക്കുന്നൂർ സുരേഷ് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സ്ഥാനമാനങ്ങൾ ചോദിക്കുമ്പോൾ അത് ട്രോളായി മാറുകയാണ്. എന്തിനാണ് അതിന് നിൽക്കുന്നത്? ഒന്നുമില്ല, 35 വർഷക്കാലം ജനപ്രതിനിധിയായി നിൽക്കുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയില്ല. ഒരു MP അദ്ദേഹം 100% വിജയമായതുകൊണ്ടാണല്ലോ തുടരെ ജയിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരു ക്ലെയിം കൂടി ഉള്ളത് കൊണ്ടാണ് ഇതൊരു പ്രശ്നമാകുന്നത്. ആ ക്ലെയിം ഒന്നും ഇപ്പം പൊങ്ങി വരുന്നില്ല. പൊങ്ങി വരാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ ഉണ്ട്. പൊങ്ങി വരാൻ പറ്റാത്ത തരത്തിലുള്ള KPCC പ്രസിഡന്റായി പല പേരുകൾ കേൾക്കുന്നുണ്ട്. ഷാഫി പറമ്പലിനെ കൊണ്ടുവരണം എന്ന് വരെ ആവശ്യപ്പെടുന്നവരുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെടുമ്പോൾ ആരാണ് കൊടുക്കുന്നത് സുരേഷ് എന്ന് മനസ്സിലാക്കാതെ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ട്രെയിൻ സ്റ്റോപ്പിന് ഇത് മാത്രമാണോ കൊടുക്കുന്നത് സുരേഷ്? അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് മേഘ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരിയാണ്, മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. നാളെ കൊട്ടാരക്കരയിലോ ചെങ്ങന്നൂരിലോ ഉള്ള കൊടുക്കുന്നൂർ സുരേഷിൻ്റെ ഓഫീസിലെത്തി MP ഇതുപോലെ എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കും. അദ്ദേഹം കൃത്യമായി അതിൽ ഇടപെടും. അതുകൊണ്ടാണ് ഈ മനുഷ്യനോട് ഇത്ര ആളുകൾക്ക് സ്നേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ രാവിലെ കാണാൻ വരുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്ന് അവരുടെ പ്രശ്നം കേട്ട് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഇപ്പോൾ ഒരു താങ്കൾക്ക് ഇപ്പോൾ ഒരു ആവശ്യമായി ചെല്ലുകയാണ്, നിങ്ങൾക്ക് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവിടെ ചെല്ലുകയാണെങ്കിൽ അപ്പോൾ പറയും ആ ബാങ്കിൻ്റെ സോൾമാരെ വിളിച്ചു തരാൻ പറയും. അദ്ദേഹം ഫോൺ എടുത്ത് സംസാരിക്കും, ആ വിഷയത്തിൽ ഇടപെടും. അതല്ല നേരിട്ട് വിളിക്കാൻ പറ്റാത്തതാണ്, അത് അപ്പോഴേ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ എഴുതി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടേക്ക് കൊടുക്കും. കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യും. അല്ലാതെ വെറുതെ കല്യാണത്തിനും മരണത്തിനും മാത്രം പോകുന്ന അതേക്കുറിച്ചുള്ള മറ്റൊരാരോട് എല്ലാ കല്യാണത്തിനും പറഞ്ഞു അത് നല്ലതല്ലേ? അത് നല്ലതാണെന്ന് പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്നൂർ സുരേഷ് KPCC അധ്യക്ഷനായാൽ കൃത്യമായ സംഘടനയെ ചലിപ്പിക്കാൻ പ്രാപ്തിയും കഴിവുമുള്ള നേതാവ് തന്നെയാണ്. അദ്ദേഹം ആവണം എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയം അടുത്തു നിന്ന് നോക്കി കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.